നമ്മുടെ ഈ പകൽക്കാലത്തെ ചിന്തയ്ക്ക് വേണ്ടി തിരുവചനത്തിൽ നിന്നൊരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നിന്നാണ് അത് വായിപ്പാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത്. അതിന്റെ 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. മലയാളത്തിലും ഇംഗ്ലീഷിലും നിങ്ങൾ കേൾക്കുന്നത് കൊണ്ടും വായിക്കാൻ കഴിയുന്നതുകൊണ്ടും നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കും എന്നാണ് ഞാൻ കരുതട്ടെ. ആ വാക്യങ്ങൾ അത് മുഴുവൻ വായിക്കുവാൻ തക്കവണ്ണം അത് ഞാൻ സമയമെടുക്കുന്നില്ല. ആവശ്യം പോലെ ഓരോ വാക്യങ്ങൾ വായിച്ചുകൊള്ളാം. 38-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: പിന്നെ അവർ യാത്ര പോകയിൽ അവൻ ഒരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്ന പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. As Jesus and his disciples were on their way, he came to a village where a woman named Martha opened her home to him. യേശുക്രിസ്തു അത് യാത്ര പോകുന്നതിന്റെ ഇടയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇതെന്ന് മനസ്സിലാക്കുക. This is a scene that happens as Jesus was on his journey. തന്റെ ശിഷ്യന്മാർ ഒരുമിച്ചുണ്ടായിരിക്കുന്ന ഈ യാത്രയിൽ യെരൂശലേമിലേക്ക് കടന്നു പോകുമ്പോൾ ഈ പ്രത്യേക ഗ്രാമത്തിൽ എത്തുവാൻ ഇടയായിട്ടുണ്ട്. On his way to Jerusalem, Jesus along with his disciples, he comes to this village. വിശുദ്ധ നാട് സന്ദർശിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയും കഴിഞ്ഞ നാളുകളിൽ ഇടയായിത്തീരുകയും ചെയ്ത പ്രിയപ്പെട്ടവർക്ക് ഇതിന്റെ ലൊക്കേഷൻ വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുമെന്ന് എനിക്കറിയാം. Many people who have visited the Holy Land know that what this location is. ആ രാജ്യത്ത് കടന്നു പോകുവാൻ അത് ദൈവം തന്ന അവസരത്തിൽ എനിക്കും അതിന്റെ ലൊക്കേഷൻ അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായി. God gave me the opportunity to actually visit this Holy Land and this specific location. അവർ യാത്ര പോകയിൽ അവർ ഒരു ഗ്രാമത്തിലെത്തി എന്ന് പറയുന്നതല്ലാതെ ഗ്രാമത്തിന്റെ പേര് അവിടെ പറഞ്ഞിട്ടില്ല. As they were traveling, they reached the village, but they did not mention what the village name is. നമുക്കറിയാം ആ ഗ്രാമത്തിന്റെ പേര് ബഥാന്യ എന്നുള്ള ഗ്രാമമാണ്. But we know now that the name of the village is Bethania. അവിടെയുള്ളായിരിക്കുന്ന ഒരു വീട്ടിൽ നിന്ന് ഒരു സ്ത്രീ അത് റോഡിലേക്ക് അല്ലെങ്കിൽ യാത്രയുടെ ആ വഴിയിലേക്ക് ഇറങ്ങി വന്നു. A woman from a house in that village comes to the road as they were traveling. അവളുടെ പേര് മാർത്ത എന്നാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. It's written that her name was Martha. അവൾ കടന്നുപോയി അവനെ സ്വീകരിച്ചു, വീട്ടിൽ കൈക്കൊള്ളുവാൻ തക്കവണ്ണം ഇടയായി. She received him and brought him home. ദൈവത്തിന്റെ വചനത്തിൽ അവളാണ് വാസ്തവത്തിൽ മുമ്പിലേക്ക് ഇറങ്ങി അവനെ കൈക്കൊള്ളുവാൻ തക്കവണ്ണം അത് മുമ്പിലേക്ക് കടന്നു വരുന്നതായി നാം കാണുന്നത്. We see that she is the one who took the first step to invite Jesus. പല ആളുകളും മാർത്തയെ ഒരു ലോവർ കാറ്റഗറിയിൽ കാണുമ്പോൾ, അത് മറിയെ ഉന്നതമായ നിലയിൽ കാണുമ്പോൾ, ഞാൻ പറയുന്നു മാർത്തയിൽ ഒരുപാട് നല്ല ഗുണങ്ങൾ ഉണ്ടായിരുന്നു. When the world sees Martha as a worldly person, there are yet certain qualities in Martha that we can have in our lives. ചില സഹോദരിമാരെങ്കിലും പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്: കർത്താവേ എന്നെ മാർത്ത പോലെ ആക്കരുത്, മറിയെ പോലെ ആക്കണേ. And even some sisters pray, "Don't God, don't let me be like Martha, but let me be like Mary." എന്നാൽ അതിന്റെ അർത്ഥം ഒരു കണക്കിന് നിങ്ങൾ ശരിക്കും ചിന്തിക്കുകയാണെങ്കിൽ അത് ചിലരെങ്കിലും വിളിച്ചു വീട്ടിൽ കൊണ്ടുപോയി കയറ്റുവാൻ ഇഷ്ടമില്ലാത്തവരുടെ പ്രാർത്ഥനയുടെ ഒരു ഭാഗമായിരിക്കും. If you really think about it, it's because you do not want to wish anyone coming to your house. That's probably why you're praying like that. ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവത്തിന്റെ വേലക്കാരെ, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരെ റിസീവ് ചെയ്യുവാനുള്ള ഒരു നല്ല മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിശ്ചയമായും മാർത്തയെ ആ രീതിയിൽ നമ്മൾ ലോവർ ചെയ്യേണ്ട കാര്യമില്ല. If we have the good mind and mentality to receive the servants of God, we can also be just like Martha did. അതുകൊണ്ട് മറിയ മോശമായിരുന്നു എന്നല്ല ഞാൻ പറയുന്നത്. I'm not saying that Mary was just because she didn't do that she was bad. എന്നാൽ മാർത്തയാണ് ആ വ്യക്തി ജീവിതത്തെ റിസീവ് ചെയ്യുവാനും വീട്ടിൽ ഉൾക്കൊള്ളുവാനും തക്കവണ്ണം ഇടയായത്. But it was Martha whom God used to receive Jesus into her home. കാലാകാലങ്ങളിലായി കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും ഹൃദയമാകുന്ന ഭവനത്തിലേക്ക് കൈക്കൊള്ളുകയും ചെയ്തവരാണ് നാം. Time after time we have received Jesus into our own life. ദൈവം നിങ്ങൾക്ക് തന്ന നല്ല പദവികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I praise God for the great positions God has given you. അങ്ങനെ ആളുകൾ ഉള്ളതുകൊണ്ടാണ് ചിലപ്പോൾ ഞങ്ങൾ ഈ രാജ്യത്ത് ഏതെങ്കിലും കാലത്തിൽ വരുമ്പോൾ അത് ആളുകൾ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ഭവനങ്ങളിൽ ഞങ്ങൾക്ക് പാർക്കുകയോ ചെയ്യുവാനിടയാകുന്നത്. Because of servants of God like that is when we come here, we are received into their home. എന്നാൽ അവിടെ കൊണ്ട് മാത്രം അവസാനിക്കുന്ന ഒരു ജീവിതമായിരിക്കരുത് ക്രിസ്തീയ ജീവിതം. But Christian life should not end there. ഒരിക്കൽ സ്വീകരിച്ചതുകൊണ്ട് മതിയെന്ന് വെക്കരുത്. Don't say that because I have received that is enough. ഒരിക്കൽ കർത്താവിനെ ഉൾക്കൊണ്ടതുകൊണ്ട് മതിയെന്ന് വെക്കരുത്. Once I have accepted Jesus, that is enough. അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ അൾട്ടിമേറ്റ് എന്ന് ഒരിക്കലും കരുതരുത്. Don't think that that is the ultimate goal of a Christian. അതിന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു പടി മാത്രമേ ആയിട്ടുള്ളൂ. It has only become a step of your Christian life. 60കളിലും 70കളിലും 80കളിലും 90കളിലും അതുപോലെ 2000ലും ഒക്കെ കർത്താവിനെ സ്വീകരിച്ചവരെ കേൾക്കുന്നുണ്ടാവാം. There are many
people who received Christ in the 60s, 70s, 80s, and 90s. പക്ഷേ സ്വീകരിച്ചിട്ട് നാം എവിടെയാണ് എന്ന് ഒരു പ്രാവശ്യം കൂടെ ചിന്തിക്കണം. But let us examine today that we have received Christ, but where are we today? യേശുവിനെ സ്വീകരിച്ചേച്ച് അതെ യേശുവിനെ വീട്ടിനകത്ത് ഇരുത്തിയേച്ച് മറിയെ പിന്നെ നിങ്ങൾ കാണുന്നില്ല, ആ മാർത്തയെ നിങ്ങൾ കാണുന്നില്ല. You see this Martha, she receives Christ, but after she receives him, you do not see Martha anymore. അവനെ എവിടെയോ ഇരുത്തിയതിനു ശേഷം അവൾ കിച്ചണിലേക്ക് പോയിരിക്കുകയാണ്. She brings Jesus, makes him sit there. She has gone off to the kitchen. എന്നാൽ നിങ്ങൾ മറിയെ ഒരു നിമിഷം ചിന്തിച്ചാൽ അടുത്ത വാക്യത്തിൽ അത് കൊടുത്തിട്ടുണ്ട്. But think about Mary. It's written in the next verse. അവൾക്ക് മറി എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. She had a sister named Mary. അവൾ കർത്താവിന്റെ കാൽക്കലിരുന്നു. She sat on the Lord's feet. അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. And she started listening from him. പബ്ലിക്കിൽ ഇറങ്ങി വന്ന് സ്വീകരിച്ച് അകത്ത് കൊണ്ടുപോകാൻ അവൾ ഉണ്ടായിരുന്നില്ല. And she was not there to receive Christ to her home. പക്ഷേ ഇപ്പോൾ നിങ്ങൾ അവളെ നോക്കിയാൽ കർത്താവിന്റെ പാദപീഠത്തിലിരിക്കുന്നതായി കാണുവാൻ തക്കവണ്ണം കഴിയും. But now you see Mary at the feet of Jesus. ചില ആളുകൾ കർത്താവിനെ സ്വീകരിച്ചതിന് ശേഷം അത് ഇഷ്ടം പോലെ രക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ ദൈവവൈതലാണ് എന്ന് പറഞ്ഞിട്ട് അത് ഇഷ്ടം പോലെ നടക്കുന്നവരെ കാണാറുണ്ട്. We see many people who receive Christ but then say that I have received so I can walk as I like. അവരവർക്ക് ഇഷ്ടമുള്ളിടത്ത് ബിസിനസ് ചെയ്യുന്ന ആളുകളായി നാം തീരരുത്. And don't be like people who think that they can do business anywhere. കിച്ചണിലെ വർക്കാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് കരുതി പോകുന്ന ജീവിതങ്ങൾ അത് ഇന്ന് ധാരാളമായുണ്ട്. There are many life who think that my duty is in the kitchen and they just leave. കർത്താവിന്റെ വചനം കേൾക്കുന്നതിനേക്കാൾ അവരുടെ പാദപീഠത്തിൽ ഇരിക്കുന്നതിനേക്കാൾ എഴുന്നേറ്റ് കിച്ചണിൽ പോകുന്ന ആളുകളെ ഇന്നും നമുക്ക് കാണാം. We can see people just like Martha, instead of sitting at the feet of Jesus, they go out to do work. അവർ ചിലപ്പോൾ പണി പറയാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് കിച്ചൺ എന്ന് പറയുന്നത്. And maybe this is an excuse for them that they're going to the kitchen. എവിടെയായിരുന്നെന്ന് ചോദിച്ചാൽ എനിക്ക് കിച്ചണിൽ ഇച്ചിരി പണി ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. And if you ask them, where are you? Oh, I was in the kitchen doing some പക്ഷേ work. കർത്താവിനെ സ്വീകരിച്ചിട്ട് കർത്താവിന്റെ കൂടെ ഉണ്ടോ? And if you receive Christ, are you with Christ? കർത്താവിന്റെ പാദപീഠത്തിൽ നീ ഇരിക്കുന്നുണ്ടോ? Are you sitting at his feet? കർത്താവിന്റെ സ്വഭാവം നിനക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? Can you accept the nature of God? കർത്താവിൽ നിന്ന് ലേൺ ചെയ്യുന്നുണ്ടോ? And do you learn from God? അന്യഭാഷ പറയാമെന്ന് പറയുമ്പോൾ പറയുന്നതല്ല ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. And just because you can speak in tongues, that is not a spiritual life. കാര്യം അന്യഭാഷയും അതുപോലെ കള്ളവും പറയാൻ ഒരുപോലെ അറിയാവുന്നവരാണ് പെന്തക്കോസ്തുകാര്. There are many people who call themselves Pentecostals who can say the Holy Spirit, speaking in tongues, and also lie. നാം ഇതുവരെ അത് സെപ്പറേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടില്ല. We have not learned to separate the two. അത് സാരമില്ലെന്ന് പറയുന്നവരാണ് ഇന്നത്തെ പെന്തക്കോസ്തുകാര്. Many Pentecostals say that this is okay. പക്ഷേ നീ യേശുവുമായിട്ട് അടുപ്പമുണ്ടെങ്കിൽ മാത്രമേ അതിന്റെ വ്യത്യാസം മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ. Only if you are right next to Christ can you understand the separation between the നിന്റെ two. സ്വന്തം സഹോദരിയെ സ്നേഹിക്കാൻ സഹോദരനെ സ്നേഹിക്കാൻ നിനക്ക് കഴിയണമെങ്കിൽ കർത്താവിൽ നിന്ന് വല്ലതും പ്രാപിച്ചത് അകത്തുണ്ടായിരിക്കണം. If you need to love your own brother and sister, you need to have the love of Christ in you. ഇല്ലെങ്കിൽ നീ സ്നേഹിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ പോലും കർത്തൃമേശ എടുക്കാൻ ഓടി വരുന്ന ആളായിരിക്കും. And even though you cannot love your brother, you might come to take the Lord's table. മനസ്സാക്ഷിക്ക് യാതൊരു കുത്തുമില്ലാതെ നാം ചിലപ്പോൾ മുമ്പോട്ട് പോകും. Sometimes there is nothing in your mind and you go forward like nothing പക്ഷേ happened. യേശുവിന്റെ കൂടെ നീ ശരിക്കും സമയം ചെലവഴിക്കാമെങ്കിൽ നീ ഡിഫറെന്റ് പേഴ്സൺ ആയി മാറുന്നതായി കാണുവാൻ കഴിയും. But spend time with Christ, you will go as a different person. ഇവിടെ നിങ്ങൾ മാർത്തയെ നോക്കുക, അവൾ എവിടെയാണെന്ന് നിങ്ങൾക്ക് കാണാം. Look at Martha, where is she now? നാം 40-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ When we read from verse 40, മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അവന്റെ അടുക്കൽ വന്നു. when Martha was distracted by preparation and came to him. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതായിരിക്കുന്ന ഒരു പദപ്രയോഗം, മലയാളത്തിൽ അത്രയും ക്ലിയർ അല്ലെങ്കിലും ഇംഗ്ലീഷിൽ വളരെ ക്ലിയർ ആയ ഒരു പദപ്രയോഗം. And the word that has been used here is very clear. മലയാളത്തിൽ കുഴങ്ങിയിട്ടെന്നാണ് പറയുന്നത്, പക്ഷേ ഇംഗ്ലീഷിൽ വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. യു ആർ ഡിസ്ട്രാക്റ്റഡ്, നീ ഡിസ്ട്രാക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. It says that Martha was distracted. Hallelujah. പണ്ട് സ്വീകരിച്ചു എന്ന് പറഞ്ഞേച്ച് നടക്കുകയാണ്, പക്ഷേ നീ ഇന്ന് കർത്താവിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആണ്. And she says that I have received Christ, but now she is നീ distracted. കർത്താവിന്റെ കൂടെ അടുത്തിരിക്കേണ്ടതിന് പകരം അകന്നു നടക്കുന്നു, നിന്നെ ഇതുവരെ ബോധർ ചെയ്യുന്നില്ല. Instead of sitting right next to Jesus, you are separated from him, and that is not bothering you. സഹോദരങ്ങളെ സ്നേഹിക്കാത്ത നിന്നെ ബോധർ ചെയ്യുന്നില്ല. You are not loving your brother and sister, that is not bothering you. ജോലി സ്ഥലത്തും വീട്ടിലും ഭർത്താവിനോടും ഭാര്യയോടും കള്ളം പറയുന്നതിനെ ബോധർ ചെയ്യുന്നില്ല. Speaking lies in your workplace and to your family, that is not bothering you. വാക്കുകളിൽ ഉപയോഗിക്കുന്ന എക്സാജറേഷൻ നിന്നെ ബോധർ ചെയ്യുന്നില്ല. The words that you exaggerate on, that is not bothering you. എന്താ കാര്യം എന്നറിയാമോ? നീ കർത്താവിൽ നിന്ന് അകന്നാണ് അത് താമസിക്കുന്നത്, പാർക്കുന്നത്, ജോലി ചെയ്യുന്നത്. അതുകൊണ്ടാണ്. Do you know why? That is because you are so far away from Christ and you are distracted in your life. മാർത്തയോട് ചോദിച്ചു നോക്ക്, നീ എന്തിനാ ഇത്ര വിഷമിക്കുന്നത്? Ask Martha, why are you crying? Why are you disheartened? അവൾ പറയും, ഞാൻ കർത്താവേ നിനക്ക് വേണ്ടിയാ ഇതെല്ലാം ചെയ്യുന്നതാണ്. She would say, Lord, I'm doing all this for you. ചിലർക്ക് കുത്തിയിരിക്കാൻ സമയമില്ല, മുഴുവൻ കർത്താവിനാന്നാ പറയുന്നത്, പക്ഷെ ചെയ്യുന്നത് മുഴുവൻ കുഴച്ച്
ബിസിയാണ്. And they don't have time to sit down. Some people are like this. They are saying they do for Christ, but everything that they do is futile. ഭയങ്കര ബിസിയാണെന്നാ പറയുന്നത്. They say that they're always busy. ഒന്നിനും സമയമില്ലാത്തവര്, Either one, that they don't have time. സഹോദരനെ സ്നേഹിക്കാൻ സമയം കണ്ടെത്താത്തവര്, Two, they do not take time to love their brother. ദൈവമക്കളുമായി സമയം ചെലവഴിക്കുവാനില്ലാത്തവര്, And people who cannot spend time with their fellow members. ലോകത്തിൽ എല്ലാവർക്കും വേണ്ടി സമയമുള്ളവര്. And people who have time for everything else in the പക്ഷേ world. വേദപുസ്തകം പറയുന്നു നീ കർത്താവിൽ നിന്നും ഡിസ്ട്രാക്റ്റഡ് ആണ്. On the word of the Lord clearly says you are distracted from Christ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ ദൈവത്തിന്റെ ആത്മാവിൽ പ്രബോധിപ്പിക്കട്ടെ. നിന്നെ ഡിസ്ട്രാക്ഷന് വേണ്ടി അല്ല വിളിച്ചത്. നീ അവനെ വിളിച്ച് അകത്ത് കയറ്റിയെങ്കിൽ അവന്റെ കൂടെ ഒരു അല്പസമയം ചെലവഴിക്കാൻ നിനക്കുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ഈ ക്രിസ്തീയ ജീവിതം ഒരിക്കലും ശരിയല്ല. Let me tell you this morning in the Spirit of God that if you are distracted from Christ, you cannot be with Him. You have to be at His feet or right next to Him. ചോദിച്ചാ പറയാ ശുശ്രൂഷയെന്നാ പറയുന്നത്. If you ask Him, He says that it's ministry. മാർത്ത പറഞ്ഞ അങ്ങനെ ഞാൻ ഭയങ്കര ശുശ്രൂഷയെന്നാ Martha പറയുന്നത്. said the same thing. It is ministry. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് കർത്താവിന്റെ അടുത്ത് വന്നു. And she was very distracted by the preparation and she came to the Lord. അവൻ വന്നു കഴിഞ്ഞ ഉടനെ അവർക്ക് ഇനിയും കർത്താവിനെ അക്യൂസ് ചെയ്യാനുള്ള സമയമായിരുന്നു. Now she comes to the Lord. Now she's accusing Christ. അത് വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. She is asking a question. കർത്താവേ, ഈ എന്റെ സഹോദരി എന്നെ തനിച്ചു വിട്ടിരിക്കുന്നത് നിനക്ക് വിചാരമില്ലയോ? Lord, don't you care that my sister has left me alone? എനിക്ക് വളരെ ഇഷ്ടമുള്ള പദപ്രയോഗത്തിലാണ് ആ പദപ്രയോഗം വന്നിരിക്കുന്നത്. യേശുവിന്റെ അടുത്ത് വന്നേച്ച് ചോദിക്കുക, Don't you care for me? And it is very good that it is written here. The word that she uses, she says, Lord, don't you care? ഇവർ കർത്താവിൽ നകന്നു കഴിയുമ്പോൾ എപ്പോഴും മറ്റുള്ളവരെ അക്യൂസ് ചെയ്യാൻ തുടങ്ങും. When you go away from Christ, the first thing is that you accuse others. വേറൊരാൾ മോശക്കാരാണെന്ന് പറയുന്നവനെ വാച്ച് ചെയ്തോണം. അവരുടെ ജീവിതം മുഴുവൻ അത് ഏതെങ്കിലും തരത്തിൽ കുഴങ്ങിയത് കൊണ്ട് വേറൊരാളെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. Watch out for people who put blame on others. That is because they are distracted from Christ. ഒരു സില്ലി കാര്യത്തിന്റെ മുഖത്ത് അത് ദൈവകൃപ നഷ്ടപ്പെടുത്തി സംസാരിക്കാതെ ഇടപെടാതെ നോക്കാതെ അത് ആരുമായി സഹകരിക്കാതെ മുമ്പോട്ട് പോകുന്നതിന്റെ അർത്ഥം അവരുടെ കുഴപ്പമല്ല. സ്നേഹിത സഹോദരി, നിന്റെ കുഴപ്പം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കാനിടയായത്. Even for a very single and small and minute thing, you do not show your face, you just walk away. It is not because of other people's problem, it is because you are distracted from നിനക്ക് God. അതിനെക്കുറിച്ച് യാതൊരു കുറ്റബോധവും തോന്നുന്നില്ല. You might not feel guilty about it. നിനക്ക് അതിനെക്കുറിച്ച് യാതൊരു വിചാരവും തോന്നുന്നില്ല. You might not think about it. ഞാൻ വളരെ നന്നായിട്ടാ പെർഫോം ചെയ്യുന്ന നീ അങ്ങ് ചിന്തിക്കുക. I just think that I'm performing good. അന്യഭാഷയുണ്ട്, നൃത്തമുണ്ട്, പാട്ടുണ്ട്, സകലമുണ്ട്. പക്ഷേ നീ ഇന്ന് ഉപയോഗിക്കുന്ന വാചകശൈലി വക്യാബുലറി തന്നെ Don't you care for me? And look at your life. There is everything. There is worship in your life. But look at the words that you choose to use. Don't you care for me? അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു വാചകവുമായിട്ട് മാർത്ത കടന്നു വരുമെന്ന്. It was very unexpected that Martha came with such choice of words. എന്നാൽ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? But do you know what happened? ഒരിക്കൽ സ്വീകരിച്ചതാ, പിന്നെ ഇന്ന് വരെ കർത്താവിന്റെ അടുത്ത് വന്നിട്ട് ഇപ്പോഴാ വരുന്നത്. കുറ്റം പറയുന്ന നേരത്താ വരുന്നത്. She has once received Christ. She's never come back. Now she's there to blame someone else. പക്ഷേ നിങ്ങൾ മേരിയെ നോക്ക്. അവൻ ഇതിനകത്ത് വന്നപ്പോൾ മുതൽ അവന്റെ കൂടെ പാദപീഠത്തിൽ ഇരിക്കുകയും കർത്താവിന്റെ വചനം കേൾക്കുകയും ചെയ്യുക. അവളുടെ അകം നിറഞ്ഞിരിക്കുന്ന മറ്റുള്ളവരെ കുറ്റം പറയുന്നതല്ല, അവൾക്ക് കർത്താവിന്റെ വചനത്തിന്റെ ആ വലിയ കൃപയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. But look at the life of Mary. From the time Jesus came to her home, she's at his feet. She's receiving the words that comes out of his mouth. എന്നെ തനിച്ചു വിട്ടതിൽ നിനക്കെന്താ വിചാരമില്ലാത്തത്? Are you not worried that I'm being left alone? കർത്താവ് അവളെ തനിച്ചു വിട്ടില്ല, അവൾ പോയതാ തന്നെ. And Lord, He did not leave her. She left herself. അവൾക്കും വേണം വന്ന് ഇരിക്കാമായിരുന്നു. എന്തെങ്കിലും അത്യാവശ്യം ഒന്ന് ചെയ്തേച്ച് വേണമെങ്കിൽ കർത്താവിന്റെ പാദപീഠത്തിൽ വന്നിരിക്കാമായിരുന്നു. She could have done something very quickly, come back and sat at the feet of Christ. പക്ഷെ അവള് അത് ജോലിയാന്നും പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ അടുത്ത് വരാത്തതാ. But she says that I have to work, and she did not come to Christ. ഒരു ജോലി തീർക്കുമ്പോ അടുത്ത ജോലി തീർത്ത മൂന്നാമത്തെ ജോലി. സമയമില്ല. എന്തിനാ? കർത്താവിന്റെ അടുത്ത് ഇരിക്കാൻ മാത്രം. ബാക്കി എല്ലാത്തിനും സമയമുണ്ട്. Work after work, she's so busy, except she does not have time to come unto Christ. സകല പാർട്ടിക്ക് പോകാൻ സമയമുണ്ട്, സകല കല്യാണത്തിന് പോകാൻ സമയമുണ്ട്, സകല സോഷ്യൽ വിസിറ്റിന് സമയമുണ്ട്. ആകെപ്പാടെ സമയമില്ലാത്തത് കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കാൻ. She has time for all the work, she has time for all the social gatherings. The only time she does not have time for is sit at the feet of Christ. പക്ഷെ ഒരിക്കലും അത് കർത്താവിനെ ഫൂൾ ചെയ്യാമെന്ന് കരുതരുത്. Don't think that you can fool Christ. കർത്താവിന് നിന്റെ ആറ്റിറ്റ്യൂഡ് മുഴുവൻ അറിയാം. Lord knows your attitude. കർത്താവിന് നിന്റെ ആകാംക്ഷയ്ക്ക് അറിയാം. Lord knows your നീ inside. ചെയ്യുന്നത് കർത്താവിന് അറിയാം. Lord knows your word. നീ പുറമെ എന്ത് പ്രിറ്റൻഡ് ചെയ്താലും എന്റെ തമ്പുരാനും മുഴുവൻ സീക്രട്സും അറിയാം.
നിനക്ക് വിചാരമില്ലയോ? Lord, don't you care that my sister has left me to do the work alone? കിച്ചണിൽ അത് കുക്ക് ചെയ്താലും കറി ഉണ്ടാക്കിയാലും പറയുന്ന ശുശ്രൂഷയാണ്. And even though you cook in the kitchen, it says that it's a ministry. ഇന്ന് ഒത്തിരി ആളുകളുണ്ട് ഞങ്ങൾ ശുശ്രൂഷയാ ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകൾ. There are many people whom we hear today that says that I'm doing ministry. എന്നാൽ ഞാൻ വചനത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങളോട് ഒരു സത്യം പറയാം. Well, let me tell you a truth upon the word ഈ of God. പുസ്തകത്തിൽ 5 ശുശ്രൂഷ അല്ലാതെ 6ാമത്തെ ശുശ്രൂഷ ദൈവസഭയ്ക്ക് കൊടുത്തതായിട്ട് അപ്പോസ്തലന്മാരോ യേശുവോ പഠിപ്പിച്ചിട്ടില്ല. Apostles or Jesus have not talked about any other ministry other than the 5 mentioned in the word of God. അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, And he has appointed some people as apostles, ചിലരെ പ്രവാചകന്മാരായി, some people as prophets, ചിലരെ ഉപദേഷ്ടാക്കന്മാരായി, some people as teachers, ചിലരെ ഇടയന്മാരായി, some people as teachers, ചിലരെ സുവിശേഷകന്മാരായി നിയമിച്ചിരിക്കുന്നു. and some people as ministers of God. അതാണ് 5-fold മിനിസ്ട്രി വേദപുസ്തകത്തിലുള്ളത്. That is the 5-fold ministry written in the word of God. ഇന്ന് അതൊന്നും ചെയ്തില്ലെങ്കിൽ എല്ലാവർക്കും താല്പര്യം ചിരിച്ച അതെ ചിരി മിനിസ്ട്രി, ലാഫിംഗ് മിനിസ്ട്രി. And even though you don't do any of those, some people just laugh. കരഞ്ഞ് ഉടനെ കരച്ചിൽ മിനിസ്ട്രി. The moment that you cry, it's a cry ministry. വീട് കടന്ന് ഉരുണ്ട ഉടനെ അതെ ഫോളിംഗ് മിനിസ്ട്രി. If you fall down and roll, that's a falling ministry. എവിടെയെങ്കിലും താഴ്ന്നു പൊത്തോന്ന് വീണ ഉടനെ സ്ലേയിങ് മിനിസ്ട്രി. And if you fall down, stumble and fall, it's a slaying ministry. എവിടെയെങ്കിലും ഇക്കിളിപ്പെടുത്തി ചിരിച്ചാലും അത് ആളുകൾ അതൊരു മിനിസ്ട്രി ആയിട്ടാണ് കാണുന്നത്. Even though they started laughing, it says that it's also called as a ministry. ബാംഗ്ലൂരിലെ ഒരു ചർച്ചിന്റെ പാസ്റ്റർ, ഇപ്പോഴുള്ള ഒരു ചർച്ചിന്റെ പാസ്റ്റർ, And there's a pastor of a church in Bangalore. 2 ആഴ്ചയ്ക്ക് മുമ്പേ 2 weeks ago, പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ജാക്കറ്റ് അങ്ങ് ഊരി. as he was preaching, he removes his jacket. അദ്ദേഹത്തിന്റെ അതെ ഷർട്ട് തന്നെ അതെ ആ ജനത്തിന്റെ കോൺഗ്രിഗേഷന്റെ ഇടയിൽ വെച്ച് പൊക്കി. 10,000-3000 ആളുള്ള സഭയാണ്. In front of the people that are gathered there, about 3,000 people, he takes out his shirt. യോഗം കഴിഞ്ഞു വന്ന ദേവദാസന്റെ പേരിനോട് ചോദിക്കരുത്, ഞാൻ പറയത്തില്ല. And don't ask me what his name is. എന്നാൽ ഞാൻ പറയുന്നത് 100% ട്രൂത്തായി നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യാം. But you can also accept what I say as 100% true. പുള്ളിയുടെ ബനിയൻ പിഴിഞ്ഞെടുത്ത് കിട്ടിയ ആ സ്വെറ്റ് അല്ലെങ്കിൽ വേർപ്പ് കൊണ്ടുവന്ന് മുമ്പിലിരുന്ന് കുറച്ചുപേരെ തൊട്ടേച്ച് പറഞ്ഞു, മൈ അനോയിന്റിംഗ് കംസ് അപ്പോൺ യു, എന്റെ അനോയിന്റിംഗ് നിന്റെ മേൽ വരികയാണെന്ന് പറഞ്ഞു. And he takes his banian and he squeezes it, and the droplets of sweat, he touches that on the people's head and says, my anointing is അത് on you. മിനിസ്ട്രി ആണെന്നാ പറയുന്നത്. And he says that is also വായ്പൂടെ സ്വർണം വരുന്ന മിനിസ്ട്രി. and there are gold that comes out of the mouth. എനിക്കറിയാം ഈ പുസ്തകത്തിൽ ഇല്ലാത്ത മിനിസ്ട്രിയുടെ പേര് പറഞ്ഞ പാവങ്ങളെ കളിപ്പിക്കരുത് എന്ന് പറയുന്ന ആളാണ് ഞാൻ. And there is I say stand by the fact that don't call everything ministry and fool people. മാർത്ത ഇഞ്ചിക്കറി വെച്ചാലും അത് മിനിസ്ട്രി ആണെന്നാ Even പറയുന്നത്. though Martha makes injil curry, that's ministry. അടുക്കളയിൽ കിടന്ന് വേണ്ടാത്ത എല്ലാം ചെയ്താലും മിനിസ്ട്രി ആണെന്നാ No പറയുന്നത്. matter what she does in the kitchen, it's all ministry. എന്നാൽ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, കർത്താവ് ഈ റിപ്പോർട്ടിനെ അംഗീകരിക്കുന്നയാളല്ല. But according to the light of the word of God, the Lord does not accept such ministry. അവൾ പറയുകയാണ്, എന്നെ ഈ സഹോദരി ശുശ്രൂഷയ്ക്ക് തന്നെ വിട്ടിരിക്കുന്നത് നിനക്ക് വിചാരമില്ലയോ? She says, Lord, don't you care that my sister has left me to do the work alone? എന്നെ സഹായിക്കാൻ അവളോട് കൽപ്പിച്ചാലും Tell her to help me. ഇത് ശരിയായിട്ട് ഞാൻ എടുത്തേനും കർത്താവ് അത് നിർത്ത്, മേരി എഴുന്നേക്ക്, ഇനി നീ പോയി നിന്റെ സഹോദരിയെ സഹായിക്കാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതിനെ അക്സെപ്റ്റ് I ചെയ്യാമായിരുന്നു. would have accepted if Christ said, okay, Mary, why don't you get up and go help your sister? പക്ഷെ എന്റെ കർത്താവിന് വളരെയധികം ഇതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുള്ളത് കൊണ്ട് അവൻ പറഞ്ഞില്ല മറിയോട് എഴുന്നേക്ക് മതിയെന്ന് പറഞ്ഞില്ല. Because Jesus had a higher vision, he did not say, Mary, get up. അവളോട് പറഞ്ഞില്ല എഴുന്നേറ്റ് പോയി സഹോദരിയെ സഹായിക്കാൻ. He did not say, Mary, get up and go help your sister. സഹോദരിയെ സഹായിക്കുന്ന നല്ല മിനിസ്ട്രി ആയിരിക്കാമെന്ന് ചിലർക്ക് തോന്നിയേക്കാം. People might think that helping the sister is a good ministry. പക്ഷെ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്ന വിട്ടേച്ചുള്ള അത് ഹെൽപ്പാണ് കർത്താവിനെ അപ്രൂവ് ചെയ്യാൻ വയ്യാത്തത്. But what Christ cannot approve is leaving his own feet and going ahead. ദൈവം നിനക്ക് ഒരു പ്രിവിലേജ് ഉണ്ട്. God has given you a great privilege. അവന്റെ പാദപീഠത്തിൽ ഇരിക്കുവാൻ, And so that you can sit at his feet. അവന്റെ വചനം ധ്യാനിക്കുവാൻ, To understand the word of God. അവന്റെ വചനപ്രകാരം ജീവിക്കുവാൻ, Live according to the word of God. ക്രിസ്തീയ ജീവിതം മാതൃകയുള്ളതായി നയിക്കാൻ, And you should have an example Christian life. സഹോദരി സഹോദരന്മാരെ സ്നേഹിക്കുവാൻ, Love your brethren. അവർക്ക് വേണ്ടി കരുതുവാനും പ്രാർത്ഥിക്കുവാനും, To keep them safe and to pray for them. ദൈവത്തിന്റെ മക്കളെ ആദരിക്കുവാൻ, And to honor the servants of God. അത് ദൈവം നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ വിശ്വസ്തയോടെ ചെയ്യണം. God has planted that in you. You have to do that faithfully. കിച്ചണിൽ പോയി അത് എന്തെങ്കിലും ചെയ്ത് യേശുവിന്റെ അടുക്കലെന്ന് ഒഴിവാകാൻ ശ്രമിക്കുന്നത് അല്ല ശുശ്രൂഷ എന്ന് ഓർക്കണം. Ministry is not one such that you go to the kitchen, do whatever
Christ, കർത്താവോട് പറഞ്ഞു എഴുന്നേറ്റ് പറഞ്ഞു. the Lord did not say, get up and leave. നിങ്ങൾ 41 വാക്യം നോക്കിക്കേ, എന്താ കൊടുത്തിരിക്കുന്നത്? Verse 41, 41. What's written in verse 41? കർത്താവോട്, The Lord said to Martha, മാർത്തേ, Martha, മാർത്തേ, Martha, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടു മനസ്സ് കലങ്ങിയിരിക്കുന്നു. you are worried and upset about many things. നിങ്ങൾ നോക്ക്, മാർത്ത ഇത്രയും നേരം വർക്ക് ചെയ്തതിനെല്ലാം കൂടെ കർത്താവ് ക്യാപ്സ്യൂളിലാക്കി 2 വാക്കുകൾ. For all the work that Martha has done so far, he puts all of it in a nutshell and tells her. നീ ഇത്രയും നേരം വർക്ക് ചെയ്തതിന്റെ മുഴുവൻ പേര് അപ്സെറ്റ് ആൻഡ് വറീസ്. അത് വിഷാദപ്പെട്ട് മനസ്സ് കലങ്ങി. Everything that you have done so far can be summed up in 2 words. You're worried and you're upset. കർത്താവിനെ ആരാധിക്കാൻ വന്നിരുന്നിട്ട് മനസ്സ് കലങ്ങിയും അത് വിഷാദപ്പെട്ടു. അതെയാണോ ദൈവസന്നിധിയിലായിരിക്കുന്നത്? If you come here to worship God, are you worried or upset? സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കാൻ കഴിയുന്നുണ്ടോ? Can you worship God with happiness? ആരാധനാലയത്തിൽ വന്ന് ആരാധിക്കാൻ തുടങ്ങിയിട്ട് വിടുതൽ പ്രാപിച്ചെന്ന് പറയാൻ നിനക്ക് കഴിയുന്നുണ്ടോ? Can you say that I have been healed with the word of God? യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ പകൽക്കാലം ചോദിക്കട്ടെ, നീ ബർഡൻസുമായിട്ട് ഇവിടെ വന്നിട്ട് ബർഡൻസുമായി മടങ്ങി പോകുവാനല്ല, നിന്റെ മുഴുവൻ ഭാരങ്ങളും യേശുവിൽ ഇറക്കി വെച്ച് ആനന്ദത്തോടെ ആരാധിച്ച് മടങ്ങുവാൻ ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് നിനക്ക് പ്രാപിക്കാൻ കഴിയുന്നുണ്ടോ? In the name of Jesus, let me ask you, are you bringing your burden here? Can you leave and say that I'm healed? എന്നെ കുറിച്ച് വിചാരമില്ലയോ എന്ന് നീ ചോദിച്ചതിന്റെ അർത്ഥം നീ കർത്താവിൽ നിന്ന് അകന്നത് കൊണ്ടല്ലയോ നീ ഇന്ന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിരിക്കുന്നത്? When you ask God, Lord, are you not worried about me? It is because you are distracted from God. നീ മറ്റുള്ളവരെ കുറ്റം പറയുമായിരിക്കാം, പക്ഷെ കർത്താവ് പറയുന്നു നീ ഡിസ്ട്രാക്റ്റഡ് ആണ്. You might blame others, but the Lord says you're distracted. നീ ഇത്ര നേരം ചെയ്തത് മുഴുവൻ കുറെ അത് വിഷാദവും കുറെ കലക്കവും. Everything that you have done so far is just a bunch of worries and upsets. ചിലർക്ക് കലക്കാൻ വലിയ എളുപ്പമാണ്. Some people can make things upset very quickly. പക്ഷെ നീ എത്ര കഷ്ടപ്പെട്ടെങ്കിൽ അതൊന്ന് തെളിഞ്ഞു വരുന്നു. But do you know how much effort it takes to clear that out? നിന്റെ ജീവിതം ഇതുവരെ തെളിയാത്തത് മുഖത്ത്. Why there is no clearness in your face? കർത്താവിൽ നിന്ന് അന്യപ്പെട്ട് മാറി അത് കിച്ചനുമായിട്ട് കഴിയുക. Your life is distracted from Christ, away from Him in the kitchen. കർത്താവ് പറഞ്ഞു കിച്ചണിൽ കിട്ടുന്ന സംഗതികളെല്ലാം കൂടെ കൂട്ടി എന്നാ ചെയ്താലും നിനക്ക് കുറെ അപ്സെറ്റ്സും വറീസും ഉണ്ടാകും. The Lord says no matter how much you sum up all the things that you did in the kitchen, it's just a bunch of worries and upsets. ഞാൻ ഈ അമേരിക്കയിലുള്ളവരോട് പറയേണ്ട കാര്യമില്ല. I do not have to say people in America. നമ്മൾ ഓടി നടന്ന് കഷ്ടപ്പെട്ട് നീ എന്തെല്ലാം ചെയ്താലും കുറെ കൂടെ വറീസ് അത് നമ്മുടെ മേൽ കൂട്ടാനാണോ അത് നമ്മെ സഹായിക്കുന്നു എന്ന് ചോദിച്ചു നോക്കാം. And let us ask ourselves that no matter how far and how far long we run, are we gathering up worries in our lives? എത്ര ജോലികൾ ചെയ്താലും അത് നമ്മുടെ വറീസ് തീരുന്നുണ്ടോ? No matter how many jobs you do, is our worries ending? ആ ശമരിയക്കാരത്തെ സ്ത്രീയോട് പറഞ്ഞതുപോലെ മാത്രമേ അതിനർത്ഥമുള്ളൂ. And there is only meaning that is given to this Samaritan woman. ഈ വെള്ളം കുടിക്കുന്നവരെല്ലാം പിന്നെ ദാഹിക്കും. And this person who drinks this water will always be thirsty. ഞാൻ എന്റെ അതേ സ്റ്റഡീസ് ഇവിടെ ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ ഓറഞ്ച് ജ്യൂസിന്റെ ക്യാൻ അടുത്തുകൊണ്ട് വെച്ചേച്ച് അത് ഞാൻ എന്റെ ഡിസർട്ടേഷൻ PhD ഡിസർട്ടേഷൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. As I was studying here, I had a big jug of orange juice, and as I was doing my PhD, എത്ര കുടിച്ചിട്ടും ദാഹം തീരുന്നില്ല. as I was doing this, no matter how much I drank from it, I was എനിക്ക് still മനസ്സിലായി thirsty. എന്തോ ട്രബിൾ ഉണ്ടെന്ന്. I knew something was wrong. എന്റെ വീട്ടിൽ ആർക്കും ഡയബറ്റീസ് ഇല്ല. And no one had diabetes in my house. പക്ഷേ എന്റെ പഠിത്തത്തിന്റെ വലിയ ടെൻഷനോ നടുക്ക് എനിക്ക് എങ്ങനെയോ അത് പിടിച്ചു, ഞാൻ അറിഞ്ഞില്ല. But sometimes in the tension of what I did, somehow I got diabetes. ഞാൻ വിചാരിച്ചു എന്റെ ദാഹം ശമിപ്പിക്കാൻ ഓറഞ്ച് ജ്യൂസ് മതിയെന്ന്. And I thought that it was to quench my thirst, orange juice was പക്ഷെ sufficient. കുടിക്കുന്നതോറും എന്റെ ദാഹം കൂടി വന്നു. But the more I drank it, the more thirsty I became. ഇരുന്നപ്പോ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് എന്തോ ട്രബിൾ ഉണ്ടെന്ന്. Finally I understood something's wrong. ചെയ്ത് നോക്കിയപ്പോഴുണ്ട് 300 മേളുണ്ട് ഡയബറ്റീസ്. And when I checked it, I understood that I had diabetes about 300. ആദ്യമായി എനിക്ക് അസുഖം ഉണ്ടെന്ന് മനസ്സിലായ ആ ദിവസം That is the first time I understood I had diabetes. ഞാൻ ഒരു വസ്തുത നിങ്ങളോട് പറയാം. Let me tell you one fact. നിങ്ങൾ കിച്ചണിലെ എല്ലാ ശുശ്രൂഷ ചെയ്തെന്ന് പറഞ്ഞാലും വറീസും അപ്സെറ്റ്സും മാത്രമേ No ഉണ്ടാകത്തുള്ളൂ. matter how much work you do in the kitchen, all that is summed up into worries and നീ ലോകത്തിന് വേണ്ടി എന്തോ ചെയ്താലും നമ്മുടെ വറീസ് കൂടത്തേ ഉള്ളൂ. no matter what you do for the world, your worries will increase. ഈ ലോകത്തിൽ ചെയ്യുന്നതിന്റെ എല്ലാം പരിണിത ഫലമായിരിക്കും. And the result of everything you do on this world will be there. പക്ഷെ ഒരു എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നത് പോലെ But just like a writer likes to write, കർത്താവിന് വേണ്ടി ചെയ്തത് മാത്രം നിലനിൽക്കുവാൻ തക്കവണ്ണമാകും. only thing that you do for Christ will live forever. യേശുവോട് പറഞ്ഞു, And Jesus tells her, മാർത്തേ മാർത്തേ, Martha, Martha, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട മനസ്സ് കലങ്ങിയിരിക്കുന്നു. you're worried and upset about many things.
എന്നാൽ അല്പമേ വേണ്ടൂ. But only one thing is needed. ഒന്ന് മതി. There's only one. യേശുവിന്റെ കാഴ്ചപ്പാടിൽ ഒന്നിനെ വിലയുള്ളൂ. There's only one thing that is of value in Jesus Christ. ബാക്കി മുഴുവൻ എക്സ്ട്രാവാഗൻസിക്കും കർത്താവ് കൊടുത്ത പേരാണ് അപ്സെറ്റ്സും വറീസും. And everything else, God has given the term upsets and worries. ചില പറഞ്ഞ പിള്ളേരെ നന്നാക്കാൻ വേണ്ടി ഞങ്ങൾ 2-3 ജോലി ചെയ്യുന്ന, കഷ്ടപ്പെടുന്നു, ഓടുന്നു എന്നൊക്കെ. Some people say that because of my kids, I'm doing 1 or 2 jobs. തിരിഞ്ഞു നോക്കിക്കേ, എന്തിയ പിള്ളേർ? And look back into your life. Where are your kids? തിരിഞ്ഞൊന്ന് നോക്കിക്കേ, അവര് അത് നിങ്ങളെക്കാൾ കൂടുതൽ കാശുണ്ടാക്കുന്നില്ലേ? Look back into your life. Aren't they making more money than you are? അവർ നിങ്ങളെക്കാൾ കൂടുതൽ ക്വാളിഫൈഡ് ആയില്ലേ? Aren't they qualified more than you are? നിങ്ങൾ അത് ഒരാഴ്ച ഡ്രോ ചെയ്യുന്നത് അവര് ഒരു ദിവസം കൊണ്ട് ഡ്രോ ചെയ്യുന്നില്ലേ? What you draw out from the bank in 1 week, they draw out in 1 day. നിങ്ങളുടെ ബാലൻസ് കൊണ്ടല്ല അവർ ജീവിക്കുന്നത്. It's not because of your balance that they're living. ദൈവം അവരെ നടത്തുമെന്നുള്ള വിശ്വാസമുണ്ടെങ്കിൽ സന്തോഷത്തോടെ കർത്താവിന് വേണ്ടി നിൽക്കുവാനും പ്രവർത്തിക്കുവാനും നിനക്ക് കഴിയും. If you have the faith that God will take care of them, you can be happy in Christ. എന്റെ മൂത്ത മകന് അതെ ബാച്ചുലർ ഡിഗ്രി കഴിഞ്ഞ് അതെ കടന്നു പോയിട്ട് ബാംഗ്ലൂരിൽ പഠിച്ചു കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, ഡാഡി എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണം. And my eldest son, after he finished his bachelor, he said that I want to do the Lord's work. രാമയ്യയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞൊന്ന് എന്റെ അടുക്കൽ വന്ന് പറഞ്ഞ കാര്യമാണ്, എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണം. In Brahmaya Institute, he finished computer science, and then he said, I want to do the work of the Lord. ഇന്ന് കോട്ടയം പട്ടണത്തിൽ അവർ രണ്ടുപേരും കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. കാരണം അവർ ഈ ലോകത്തിന് വേണ്ടി അല്ലല്ലോ ജീവിക്കുന്നതെന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. As a family, he's ministering in India right now. I thank God for it. Hallelujah. കഴിഞ്ഞ മാസം അവന്റെ വൈഫ് അത് തന്റെ ജോലി, ഷീസ് എ ഡെന്റൽ ഡോക്ടർ, അത് ജോലി രാജിവെച്ചേച്ച് എന്നോട് വന്ന് പറഞ്ഞു, ഡാഡി ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്റെ ഭർത്താവിന്റെ കൂടെ പോവുകയാണെന്ന് പറഞ്ഞു. And his wife also quit her job and said, I'm also going out for the Lord's ministry. ഞാൻ പറയട്ടെ, ദൈവത്തിന് വേണ്ടി നിന്നാൽ, And if you stand for God, ദൈവം നിന്നെ ആദരിക്കുന്ന നിന്റെ തലമുറ ഒരിക്കലും അത് ഡൗൺ ആയി പോകുവാൻ ഒരിക്കലും ഇടയാകത്തില്ല. God will honor you. God will honor your children. അതിന്റെ അർത്ഥം നിങ്ങളുടെ പിള്ളേർ മെഡിസിന് പോകുന്നു, എഞ്ചിനീയറിംഗ് പോകുന്നു, ഒന്നും ഞാൻ മീൻ ചെയ്തിട്ടില്ല. I'm not saying that your children should not go for higher qualified study. വിളിയില്ലാത്തവൻ കർത്താവിന്റെ വേലയ്ക്ക് പോകരുത്. If you do not have the call, do not go for the ministry of the Lord. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിനക്കുള്ള മുഴുവൻ നഷ്ടപ്പെടുത്തിയേച്ച് കർത്താവിന്റെ നഷ്ടപ്പെടുത്തരുത്. But don't throw away everything in your life and throw away Christ from you. ബാംഗ്ലൂർ സിറ്റിയിലെ ഒരു അതെ ദൈവാലയത്തില് അല്ലെങ്കിൽ ആരാധനാലയത്തിൽ ഞങ്ങളുടെ രണ്ടാമത്തെ മോനെ വർഷിപ്പ് ലീഡറായി അതോടൊപ്പം IBM-ൽ അവിടെ ജോലി ചെയ്യുന്നു. And our second son is working in IBM. Along that, he's also a worship leader in a church in India. എന്റെ ഇളയ മോള് അതെ മാസ്റ്റേഴ്സിന് അതെ ഫൈനൽ ഇയർ ആണ് MBA ചെയ്തുകൊണ്ടിരിക്കുന്നു. അവളും അതെ കോയറില് കർത്താവിനെ ആരാധിക്കുന്നു. My youngest daughter is also doing her MBA. She's also a great worship leader. We are so happy because അതെ ഞങ്ങളുടെ കുട്ടികളെല്ലാം കർത്താവിന്റെ വേലയുടെ മുഖത്തായിരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ അഭിമാനം കൊള്ളുന്നവരാണ്. We take pride in the fact that all our 3 children are in the ministry of the Lord. ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് 18 കൊല്ലമായെങ്കിലും ഒരിക്കലും റിഗ്രറ്റ് ചെയ്യാത്തതിന്റെ കാരണം അവരെ ദൈവം ഉപയോഗിക്കുന്ന കാണുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ഞങ്ങൾക്ക് കഴിയും. Even though it's been 18 years that we left this country, we do not regret it one bit. It's because our children worship the Lord. അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. And there is only one thing that is needed. മറിയം നല്ല അംശം തെരഞ്ഞെടുത്തു. Mary has chosen what is better. മാർത്ത കിച്ചണിൽ നേടിയത് വറീസും അപ്സെറ്റ്സും. Everything Martha had taken down is worries and upsets. മറിയ കർത്താവിന്റെ പാദപീഠത്തിൽ നിന്ന് അത് ലഭിച്ചത് നല്ല അംശം. And Mary, what she has received from the feet of God is a good portion. കർത്താവ് അവളോട് ഒരു കാര്യം പറഞ്ഞു. The Lord tells her one thing. നീ എഴുന്നേറ്റ് സഹോദരന്റെ അടുത്ത് പോയി വർക്ക് ചെയ്യാനല്ല പറഞ്ഞത്. He did not say, get up and help your sister. നിന്റെ കയ്യിൽ കിട്ടിയത് വേറെ ഒരാൾക്കും അപഹരിക്കാൻ തക്കവണ്ണം സാധ്യമല്ല. Don't let anyone snatch away anything that you receive in your hand. അത് വളരെ പെർമനന്റ് ആയി നിന്റെ കൂടെ ഉണ്ടായി. What you have received from me should be permanent. നിനക്ക് പെർമനന്റ് ആയി എന്തെങ്കിലും നിന്റെ കൂടെ നിൽക്കുവാനുള്ളത് ഈ ഭൂമിയിലായിരിക്കും കരുതിക്കോണം. And if you have anything to be anything in Christ that is permanent, let's hold on to it when you are deserved. ദൈവം ആഗ്രഹിക്കുന്ന അതാണ്. That's what God wishes of us. എന്റെ വാക്കുകളിവിടെ அதை ഉപസംഹരിക്കട്ടെ. Let me cut short my words here. മറിയെ പോലെ കർത്താവിന്റെ പാദപീഠത്തിൽ നല്ല അംശം തരും. Just like Mary, she has chosen the good portion to be at the feet of നിങ്ങൾ ഒരു Christ. ചോദ്യം ചോദിക്കും, എന്തുകൊണ്ട് മറിയ ആ പാദപീഠം വിടാതെ അവിടെ ഇരുന്നു? You might ask me, why did Mary not leave the feet of Christ? എന്റെ സിസ്റ്റർ മാർത്ത എനിക്ക് എപ്പോഴും എന്റെ വീട്ടിൽ കാണാം. My sister Martha will always be at home. ഞങ്ങളുടെ കിച്ചൺ എപ്പോഴും അവിടെ ഉണ്ട്. My kitchen will always be there. അതിനകത്തുള്ളതെല്ലാം അവിടെ കാണും. Oh, everything in the kitchen will be there. എനിക്ക് കുക്ക് ചെയ്യാം. Whenever I needed to cook, I can cook.
പക്ഷേ എന്റെ വീട്ടിൽ വന്ന യേശു എപ്പോഴും ഇവിടെ ഇല്ല. But my Jesus who came to my house will not be there always. അവൻ ഉള്ളപ്പോൾ അവനിൽ നിന്ന് അഡ്വാൻറ്റേജ് എടുക്കുക. When he's here, I want to make use of my time. അവൾ തയ്യാറായെങ്കിൽ And when she prepared her heart for അത് that, മുഴുവൻ നിത്യതയിൽ നിലനിൽക്കുന്നതായി മാറ്റുവാൻ കർത്താവ് the തീരുമാനിച്ചു. Lord can transfer what she had to eternity. നിങ്ങളുടെ ചോയ്സിൽ ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കും. And be faithful in the choice you have in Christ. കർത്താവിനെ പ്രസാദിപ്പിക്കുന്നതിൽ വിശ്വസ്തരായിരിക്കും. And be faithful to God and be faithful to Him. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കും. May God bless us with these words.